ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ സജിന ഫിറോസിന്റെ ഒരു ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സജിന കുറേ അധികം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഫിറോസിന്റെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് അലിഗേഷൻസ് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് സൂര്യ ജോഡി നമ്പർ 1 എന്ന് പറയുന്ന സൂര്യ TV കോവിഡ് സമയത്ത് നടത്തിയ ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ ഈ സജിനയും ഫിറോസും പങ്കെടുത്തുവെന്നും ആ സമയത്ത് മറ്റൊരു സ്ത്രീ ആർട്ടിസ്റ്റുമായിട്ട് ഫിറോസ് ഫ്രഞ്ച് കിസ് അടിക്കുന്നത് കണ്ടു എന്നുള്ള രീതിയിൽ ഒരു അലിഗേഷൻ അല്ല, സജിന കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞു വെച്ചേക്കുന്നത്. ആ ഒരു വീഡിയോയിൽ എവിടെയും ആരാണ് ആ ഒരു സ്ത്രീ എന്ന് എങ്ങും പറയുന്നില്ല. സജിന പറയുന്ന കേട്ടാൽ തോന്നും ആ സ്ത്രീയും ഫിറോസും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്തത്, സ്ത്രീയുടെ സമ്മതത്തോടു കൂടിയാണ് ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് എന്നുള്ള രീതിയിലാണ് സജിന പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ ഒരു ആർട്ടിസ്റ്റ് ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ പേരെന്തായാലും ഞാൻ തൽക്കാലം പറയാൻ നിൽക്കുന്നില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. സൗണ്ട് കേട്ടാൽ പലർക്കും ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അവരവരുടെ പേര് വെളിപ്പെടുത്താത്തത് കൊണ്ട് ഞാനും വെളിപ്പെടുത്തുന്നില്ല. അവർ കുറച്ചധികം ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. സീക്രട്ട് ഏജന്റിനെ, അതുപോലെ തന്നെ മൂപ്പനെ, കൈസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇപ്പം കൈസ് രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു വോയിസ് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. കൈസിന്റെ അടുത്ത് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് കേൾക്കുന്ന സമയത്ത് സജിന പറയുന്ന സ്റ്റോറിയും ഇവര് പറയുന്ന സ്റ്റോറിയും തമ്മിലും രണ്ട് എക്സ്റ്റെൻഡ് നിൽക്കുന്ന തരത്തിലുള്ള സ്റ്റോറിയാണ്. രണ്ടിനകത്തും ഫിറോസ് കോഴി തന്നെ, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. യവൻ അറുകോഴിയാണ്. ഇന്നലെ എനിക്ക് വേറൊരു പെങ്കൊച്ച് മെസ്സേജ് അയച്ചു. എനിക്ക് അറിയാവുന്ന നമ്മുടെ ഒരു സുഹൃത്താണത്. അവർക്കുണ്ടായ അനുഭവം അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇവര് പറഞ്ഞ ഈ ഒരു കാര്യം കേട്ട സമയത്ത് സജിന പറഞ്ഞേക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരമായിരുന്നു എന്ന് ഇപ്പൊ ചിന്തിക്കുമ്പോൾ തോന്നുകയാണ്. മേ ബി കുറച്ച് ശരി ഉണ്ടാവാം, പക്ഷെ സജിനെ അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലായിരിക്കും പറഞ്ഞേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിലോട്ട് വരാം. ഒരു 6-7 കൊല്ലം മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സൂര്യ TV, സൺ TVയുടെ പ്രോഗ്രാമാണ്. ചെന്നൈയിലാണ് ഇവർക്ക് ഷൂട്ട് നടക്കുന്നത്. സ്റ്റുഡിയോയുടെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ആഫ്റ്റർ ഷൂട്ട് ഇവരൊരു പാർട്ടി കണ്ടക്ട് ചെയ്യാണ്. അത് ഇവരുടെ ഈ ആർട്ടിസ്റ്റിന്റെ റൂമിൽ വെച്ചിട്ടാണ് ഇവർ എല്ലാവരും കൂടെ ഒത്തുചേർന്നത്. ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കൂടെ ഒത്തുചേർന്നത് എന്താണ്? കള്ളുകുടിയും സിഗരറ്റ് വലിയും മറ്റേ കഞ്ചാവടിയും ആണ് പരിപാടി. ഇവർ പറയും ഇവർ വലിക്കുന്നില്ല, ഇവർ കുടിക്കില്ല, വേറെ ദുശീലങ്ങളൊന്നുമില്ല. ഇവർ ആ സമയത്ത് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിരുന്നു, 1-2 കൊല്ലം മാത്രമേ ആയിരുന്നുള്ളൂ. ഇവരെ സംബന്ധിച്ച് ബാക്കിയുള്ള എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റ് ആണ്. അവർ വന്ന് ഇവരുടെ റൂമിൽ വന്ന് ഈ കലാപരിപാടി നടത്തുന്ന സമയത്ത് ഇവർക്ക് നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയി എന്നാണ് പറയുന്നത്. ആദ്യം നമുക്ക് ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ആ ഒരു പാർട്ടിയിൽ യൂസ് ചെയ്തതിനെ പറ്റി ഇവർ പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. ഞങ്ങളുടെ റൂമിലേക്ക് ഈ പറഞ്ഞ മാതിരി ആ വീഡിയോയില് ആ ചേച്ചി പറയുന്നുണ്ടല്ലോ, ഹെക്ടിക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കള്ളും സിസറും, ജ്യൂസ് കുടിക്കുന്നവർക്ക് ജ്യൂസ് കുടിക്കാം, കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിക്കാം, സിസർ. അയ്യോ, സിസർ അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോ അത് സിസർ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ ലിറ്ററലി പറയാൻ ഇതെന്നോട് പറയിപ്പിക്കുകയാണ്. അതൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഒരു അവളും അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്തില്ല. ബാക്കി എല്ലാവരും വലിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. സിസർ മാത്രമല്ല അവിടെ വലിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഈ സിസറിന്റെ അകത്ത് ഒരു കറുത്ത ഒരു ഗുളിക പോലത്തെ ഒരു സാധനം, ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനത് പറയുകയും ചെയ്തായിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആയുർവേദ ഗുളിക പോലത്തെ ഒരു കറുത്ത ഗുളിക. ഞാൻ ഇവിടെ വീട്ടിൽ പറയുന്നത് ഇവരെന്തൊരു ആട്ടുകട്ടം പോലൊരു സാധനം കൊടുത്തിട്ട് ഈ നന്നായി പൊടിച്ചിട്ട് സിസർ തുറന്ന് സിസറിന്റെ ഉള്ളിലിട്ട് വീണ്ടും ചുരുട്ടിയിട്ടാണ് ഇവർ മാറി മാറി വലിച്ചിട്ടുണ്ടായിരുന്നത്. റൂം മൊത്തം ഈ പറഞ്ഞ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് DJ ലൈറ്റ് പോലെ ഇട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അവിടെ അവരുടെ ഈ പറഞ്ഞ മാതിരി അടിച്ചുപൊളി തന്നെ ആയിരുന്നു. കള്ളുകൂടിയും സിഗരറ്റ് വലിയും ഡാൻസും കൂത്തും തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ലാതെ ഞങ്ങൾ അതിലേക്ക് അത്ര വൈബ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാറി ഞങ്ങളുടെ ബെഡിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഈ പറയുന്ന വ്യക്തി, ഈ ആള് എന്നെ നിർബന്ധിക്കുന്നുണ്ട്, കള്ളു കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അവിടെ ബെഡിൽ ഇരിക്കുമ്പോൾ എന്നെ കള്ളു കുടിക്കാനാണ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ കുടിക്കാറില്ല, ഞാൻ കുടിക്കാത്ത വ്യക്തിയാണ്, എനിക്ക് താല്പര്യമില്ല. അപ്പൊ പൊതുവേ ഇവർ ഈ പാർട്ടിയിൽ നിർബന്ധിക്കുന്നത് എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒഴിവാക്കി വിട്ടു. ഇത് നമ്മുടെ ഫഷിമോടെ പരിപാടിയാണെന്ന് തോന്നുന്നു ഗൈസ്. വീഡിയോയ്ക്കകത്ത് വന്നിരുന്നിട്ട് പുണ്യാളത്ത് ചമയും. പക്ഷെ ഇവരൊക്കെ ലോക ഉടായ്പാണ്. വാ തുറന്നു കഴിഞ്ഞാൽ കള്ളത്തരം മാത്രമേ പറയത്തുള്ളൂ. ഇവരടക്കമുള്ള ടീംസ് ആ രാത്രിയിൽ പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ ഐറ്റവും വലിച്ച് തലയിൽ കയറ്റി വെച്ചിട്ടാണ് വന്നിരുന്നിട്ട് പുണ്യാളത്ത് ചമഞ്ഞ് ഡയലോഗ് അടിക്കുന്നത്. ഫിറോസ് തൊട്ടിയാണ്, ഫിറോസ് കോഴിയാണ്, സമ്മതിക്കുന്നു. പക്ഷെ ഈ പറയുന്ന ഈ സ്ത്രീയും അത്ര വെടിപ്പൊന്നും അല്ലെന്നാണ് ഇവർ ഈ പറയുന്നതിനകത്ത് തന്നെ മനസ്സിലാവുന്നത്. നാളെ വേണമെങ്കിൽ ഇവർ വന്നിട്ട് പറയും അയ്യോ ഞാൻ പച്ചലയോ വേറെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്തില്ല, ഞാൻ വെറുതെ ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇച്ചിരി ഡ്രിങ്ക്സും കുടിച്ചിട്ടുണ്ടായിരുന്നു, ടേസ്റ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി മാത്രം. ഈ രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് പറയും. അന്നേരം ആലോചിക്കണം, സ്വന്തം ഭർത്താവ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുത്തന്റെ ഗുണമാണ് ഇവരും കഴിയുന്നത്. മനസ്സിലായോ? അപ്പൊ ഭർത്താവിന്റെ ഇങ്ങനെയുള്ള യൂസിനെയൊക്കെ നല്ല രീതിയിൽ ഭാര്യ സപ്പോർട്ട് ചെയ്യുന്നു വേണമെങ്കിൽ നമുക്ക് വിചാരിക്കണമല്ലോ. ആ സമയത്ത് നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും
ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എവരെയും യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ, എവരെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ സമ്മതിക്കത്തൊന്നുമില്ല. ഇവരെ ഈ ആർട്ടിസ്റ്റിനെ ഫിറോസ് കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു എന്ന് സജിന പറയുന്ന ആ ഒരു കാര്യം, അതിനകത്ത് യാഥാർത്ഥ്യം എന്തായിരുന്നു എന്ന് ഇവര് പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കേട്ടു നോക്കുകയോ. അതുകൊണ്ട് തന്നെ ഇവര് ബാത്റൂം കയറും, ഡോർ അടയ്ക്കും, സിഗരറ്റ് വലിക്കും. ആവശ്യക്കാർ ഇറങ്ങും, പുറത്ത് മീൻസ് പുറത്തേക്ക് വരും, അകത്തേക്ക് പോകും, സിഗരറ്റ് വലിക്കും. അങ്ങനെയായിരുന്നു ഇവരെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ ബാത്റൂം പോവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഭാഗത്തേക്ക് ഒന്ന് പോയതാ. ഡോർ ഫുൾ മലത്തി കിടക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഡോറൊന്നും ക്ലോസ് ആയിട്ടില്ല, ഫുൾ മലന്ന് കിടക്കുകയാണ്. കാര്യം ഇവര് ബാത്റൂമിൽ നിന്ന് വലിക്കുകയാണ്. ഫുൾ പുകയാണ്, നമ്മളൊരു കൊടവഞ്ഞ പോലെ പുക കെട്ടി കിടക്കുകയാണ്. അപ്പൊ കള്ള് വായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലവർക്ക് ഒത്തിരി സ്നേഹം പ്രകടനം കൂടുതലോ. അതുവരെ ഞാൻ പറയാം, അതുവരെ കണ്ട ഒരു വ്യക്തി പറയുന്നത് ഈ ആളെയല്ല, ഇതുവരെ ഞാൻ ഇപ്പുറത്ത് നിൽക്കുക. ഫിറോസിനെ പറ്റിയാണ് പറയുന്നത്. ഫിറോസിന് കള്ളും കഞ്ചാവും അകത്ത് തന്നപ്പോഴത്തേക്ക് ഫിറോസിന് സ്നേഹപ്രകടനം, സ്നേഹം കൂടി. അപ്പം സ്നേഹം കൂടി കൂടി ഇവരെ അടുത്തോട്ട് ചെല്ലുകയാണ്. മനസ്സിലായി? അതിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഏകദേശം മനസ്സിലായി ബാത്റൂം പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആൾ എന്നോട് സിഗരറ്റ് വലിക്കാൻ നിർബന്ധിക്കുക, നിർബന്ധത്തോട് നിർബന്ധം. ഞാൻ വലിക്കൂല. അപ്പൊ ഇങ്ങനെ ആളെന്നെ നിർബന്ധിച്ചപ്പോ ഞാൻ ഇത് ഇതാക്കിയില്ല. അതിന് എനിക്ക് താല്പര്യമില്ല പറഞ്ഞു. അപ്പൊ ആളെന്റെ ഈ ഇരിക്കുമ്പോ തന്നെ നേരെ ആ ബെഡില് ഈ ചേച്ചിയും ഇരിക്കുന്നുണ്ട്. മറ്റേ രണ്ടുപേരും പേരിക്ക് പറയാൻ കാര്യം അത് പ്രശ്നമില്ല. ദീപ്തി കല്യാണിയും ഹരിണി, അവർ രണ്ടുപേരും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരു ടീം എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ്, ഒരു കണ്ടസ്റ്റൻസ് എന്ന രീതിയിൽ പ്രതിനിധീകരിച്ചിട്ട് അവരും ആയിരുന്നു. അപ്പൊ ഇവരും അവരെ ഹരിണി ചന്ദനയും ദീപ്തി കല്യാണി, അപ്പൊ അവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരിതെല്ലാം കാണുന്നുണ്ട്. ഇയാളെന്നോട് ഇങ്ങനെ എന്താ പറയാ, കിക്ക് അടിച്ചിട്ട് ഇങ്ങനെ ഇത് വലിക്കൂ, നീ ഒന്ന് ട്രൈ ചെയ്യുന്ന പറഞ്ഞൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഷെയ്ക്കിന്റെ കാരണമാര് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു. നമ്മള് കാഷ്വലി നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കില്ലേ ഷെയ്ക്കിന്റെ, അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് പോലും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് വലിക്കാൻ വേണ്ടി എന്റെ കൈ തരാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ആള് ആ കൈ കൊണ്ടുപോയിട്ട് എന്റെ വിരല്, കൈത്തണ്ട നമ്മള് വിരല് പറയില്ല, ആ ഭാഗത്തേക്ക് ആള് ചുണ്ടിനെ അടുപ്പിച്ചൊരു കിസ്. ഞാൻ ആകെ പാനിക്കായി പോയി. എനിക്ക് അന്ന് ഇത് ഇപ്പൊ പറയല്ലോ, ഇപ്പൊ ഇന്നത്തെ ഏജ് അല്ല എന്റെ അന്നത്തെ ഏജ്. അന്നാണെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂ. യാതൊരു വിധ എനിക്ക് ഈ പറഞ്ഞ മാതിരി എക്സ്പീരിയൻസോ, നമ്മൾ ഒന്ന് പതറി പോവാ പറയില്ലേ. ഇന്നാണെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. ഇന്നാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറയും, ഒന്നാമത്തെ ഇത്ര വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഞങ്ങൾക്ക് പാർട്ടിയിൽ ഞങ്ങൾ എന്തിനും കള്ളു പിടിക്കില്ല, അപ്പൊ നിങ്ങൾ വേറെ ആരുടെങ്കിലും റൂമിൽ അത് കണ്ടക്ട് ചെയ്തോളൂ എന്ന് പറയാനുള്ള ഗട്സ് ഇന്ന് എനിക്കുണ്ട്. പക്ഷെ അന്ന് അത് ഉണ്ടായിരുന്നില്ല. അന്ന് അവര് നമ്മുടെ റൂം ചൂസ് ചെയ്ത് നമ്മുടെ റൂമിൽ വന്ന് ഇതാക്കി. അപ്പൊ അന്നത്തെ ഒരു സിറ്റുവേഷൻ പറയില്ലേ, ഞാൻ തന്നെ ആകെ പാനിക്കായി പോയി. സത്യം, നമ്മൾ പറയും നമ്മൾ പ്രതികരിച്ചൂടെ, അപ്പൊ തന്നെ അടിച്ചൂടെ, അപ്പൊ തന്നെ ഇഷ്യൂ. പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു വ്യക്തി നമ്മളടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ തന്നെ ഒന്ന് ഇതായി പോവും. കള്ളു കുടിച്ചിട്ടുള്ളതായിരിക്കോ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഞാൻ ആകെ പതറിയിട്ട് ഞാൻ നേരെ ഇവരുടെ അടുത്ത്, ദീപ്തി, ഈ ഹരിണി, ഇവരുടെ അടുത്തേക്ക് ഞാൻ വന്ന് ഓൺ ദ സ്പോട്ട് ഈ ചേച്ചി നേരെ ബാത്റൂമിൽ കയറി ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇവര് കണ്ടു മിററിലൂടെ ഈ സാധനം കണ്ടു. ഈ സാധനമാണ് കണ്ടത്. ഇവരുടെ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നതാണ് ഇവർ കണ്ടത്. അല്ലാണ്ട് ഇവർ അതിൽ പറയുന്നുണ്ടല്ലോ, ഫ്രഞ്ച് കിസ് ചെയ്തു, കെട്ടിപ്പിടിച്ച് നിന്നു ബാത്റൂമിന്റെ അകത്ത്. ബാത്റൂമിന്റെ അകത്ത് ഞാൻ അതിന്റെ കട്ടിളപ്പടി ഞാൻ കാല് വെച്ച് കടന്നിട്ടില്ല. അതിന്റെ അകത്തേക്ക് ഞാൻ പുറത്താ നിന്നുണ്ടായിരുന്നു. കാര്യം അകത്ത് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. എന്നിട്ട് ഇത്രയും വ്യക്തമായിട്ട് കണ്ടു എന്ന് ഇവർ പറയുന്നുണ്ട്. ബാത്റൂം കയറി ഇവർ കഥ കടച്ചു, എന്താ പിന്നെ അതിന്റെ അകത്ത് നടന്നെന്നറിയില്ല. പിന്നെ ഈ ചേച്ചി ഡോർ തുറന്ന് ഹൈ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ, ഒന്നും സംഭവം നടക്കാത്ത മാതിരിയാണ് ചില്ല് ചെയ്ത് ഡാൻസും കളിച്ച് വന്ന്. ഈ ആള് പിന്നെ നനഞ്ഞ പടക്കം പോലെ വന്ന്. പിന്നെ ആള് സൈലന്റാ, പിന്നെ ആള് മിണ്ടുന്നില്ല. കോഴി പിടിച്ച വെള്ളത്തിൽ മുക്കിയ പോലുള്ള അവസ്ഥ. ബാത്റൂമിലിട്ട് കാര്യമായിട്ട് എന്തോ ചേച്ചി കൊടുത്തെന്ന് തോന്നുന്നു, അതായിരിക്കും നനഞ്ഞ പടക്കം പോലെ വന്നത്. അങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ടുള്ളൂ. കാര്യം ഇതൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ആ ചേച്ചി എന്നോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ അതിന്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ലിപ് ലോക്ക് ചെയ്യുന്നത്, ഫ്രഞ്ച് കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചേച്ചി എന്നെ ആദ്യം നീ എന്താടി നീ എന്റെ ഭർത്താവും ചെയ്യുന്നതെന്ന് ചോദിക്കണ്ടേ. അതെന്തുകൊണ്ട് ആ ചേച്ചി ചോദിച്ചില്ല? ആ ചേച്ചി കണ്ടത് അതല്ല, അവിടെ നടന്നതും അതല്ല. ഈ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നത്, ഭർത്താവിന് വേണ്ട അമേദ്യം ആള് ബാത്റൂമിൽ കയറി കൊടുത്തു. അപ്പൊ ഇതാണ് ഇവരുടെ വെർഷൻ. ചോദിച്ചത് വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭർത്താവിന്റെ കൂടെ വേറൊരു സ്ത്രീ വന്ന് ഉമ്മ വെക്കുന്നത് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ അടുത്തും ചോദിക്കും, സ്ത്രീ അടുത്തും ചോദിക്കും. ഇത് ഭർത്താവിന് മാത്രമേ ബാത്റൂമിൽ കയറിയിട്ട് കൊടുത്തോളൂ. ഇവരുടെ അടുത്ത് ഒരു അക്ഷരം കമാന്ന് മിണ്ടിയിട്ടില്ല. സജിനയും ഫിറോസും ഉടായ്പ തന്നെ. അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. ഇതൊക്കെ എക്സ്പോസ് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിറോസിനെക്കാളും എക്സ്പോസ് ആവും സജിന. അപ്പൊ പിന്നെ ഒന്നും കൂടെ നാറും. ഈ ആർട്ടിസ്റ്റിന് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോക്കകത്ത് എവിടെയും സജിന ഇവരുടെ പേരോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആര് വേണമെങ്കിലും ആവാം. പക്ഷെ ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടായത് കൊണ്ടാണ് ഇവരിപ്പൊ പ്രതികരിച്ച് വന്നത്. ഈ ഒരു കഥ സജിന എക്സാജുറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വളച്ചൊടിച്ച് എങ്ങനെയാണ് പറഞ്ഞതെന്ന് ആ വീഡിയോക്കകത്ത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതൊന്നും കൂടെ വെക്കാം.
ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ പാർട്ടിക്ക് ഇരിക്കുന്നു. ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ രസമായിട്ട് തമാശ കളിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം മറ്റേ ജ്യൂസ് കുടിക്കുന്നു, ആണെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അതിനകത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാർ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ആർട്ടിസ്റ്റുകളെല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ടൈം. എല്ലാവരും കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളുടെ എക്ടിക്സ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലൊരു ഇൻസിഡന്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ടിലൊക്കെ എല്ലാവരും കൂടെ മിക്സ് ഓഫ് ആയിട്ടിരിക്കുന്നു. ചിലവർ അകത്ത് കയറി സിഗരറ്റ് വലിക്കുന്നു. അതുപോലെ ചിലവർ വന്ന് ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനകത്ത് ആൾക്കാർ അതിനകത്ത് വേറെ അനാവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് ഒരു അനാവശ്യമില്ല. ഇനിയിപ്പോ ഞാൻ പച്ചല വലിച്ച കാര്യം അതിനെപ്പറ്റി ഒന്നും പണയാനില്ല, അത് ലീഗലാണ്, അതിനെപ്പറ്റി ഒന്നും പണയാനില്ല കേട്ടോ. സിഗരറ്റ് വലിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആൾക്കാരെ കൂട്ടി പറയണ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോന്നു വരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞ് നമ്മളെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നപ്പം ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരുപക്ഷെ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുമെന്ന് തോന്നുന്നു. ആ ഇൻസിഡന്റ് എല്ലാവരും കൂടി ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കും. അപ്പൊ ഞാൻ ഇതെന്താ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണാം. ബാത്റൂമിന്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഈ സൈഡിലൊരു അലമാരി ഇരിക്കുന്നു. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പൺ ആയി കിടക്കുന്നത്. ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മുടെ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എനിക്കവിടെ പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കണ്ണാടി കൂടെ ബാത്റൂം കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് എടുക്കുന്നു. ഇതിപ്പോ നമ്മൾ ആര് പറയുന്നത് വിശ്വസിക്കണം? ഒരാൾ പറയുന്നത് കയ്യിലുമ്മ വെച്ചതേ ഉള്ളൂ, ഒരാൾ പറയുന്നത് ഫ്രഞ്ച് അടിച്ചു എന്ന്. ബാക്കി പറയാം എന്തായാലും. ആണ് ഞാൻ കാണുന്നത്. അത് ആ സമയത്താണ് ഞാൻ കണ്ടിട്ട് കുറച്ചു നേരം ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്താ ഇവരെല്ലാവരും എന്നെ നോക്കുന്നു. ഒരു നിമിഷം ഞാൻ ബ്ലാങ്ക് ആയിട്ട് പെട്ടെന്ന് സാടി പോയി ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ കിടന്നു ഭയങ്കര കരച്ചിലും ബഹളവും ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടിച്ച് കുടിച്ച് കിടന്നു. ഒരാളെ കെട്ടിപ്പിടി ഫ്രഞ്ച് അടിച്ചുകൊണ്ടിരിക്കും അവര്. ഇതെല്ലാം ചെയ്തിട്ട് അവിടുന്ന് ഞാൻ ഇറങ്ങി ലാസ്റ്റ് മൃദുല എന്റെ കൂടെ വർക്ക് ചെയ്തു. ഇതാണ് സജിനയുടെ വെർഷൻ. ഇതിനകത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് വരെ കണ്ടു എന്നാണ് പറയുന്നത്. സ്വന്തം കണ്ണാല് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് കണ്ടതാണ് പറയുന്നത്. എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്നും പറയുന്നു. മറ്റേ ലേഡിയുടെ വെർഷനിൽ ഇവരൊരു കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്നാൽ നമ്മുടെ ബിഗ് ബോസിലൊക്കെ വന്ന ജിഷിനൊക്കെ ആ സമയത്തോടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനടക്കം ഇത് കണ്ടു എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. നേരത്തെ നമ്മൾ വോയിസ് പ്ലേ ചെയ്ത ആ ലേഡി ഈ ജിഷിനെയും പ്രമോദ് മണിയെ ഒക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അവര് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, അവര് പക്ഷെ വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല എന്നുള്ള തരത്തിലാണ് അവര് പറയുന്നതെന്ന്. ഈ ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചി ജിഷിനേട്ടൻ കണ്ടു. ഇവരുടെ പേരും ഞാൻ പറയട്ടോ, കരാ ചേച്ചി പേര് പറഞ്ഞുകൊണ്ട് ജിഷിനേട്ടനും പ്രമോദേട്ടനുമാണ് കണ്ടു. അവര് എന്താണ് ഓപ്പൺ ആയിട്ട് അവരൊരു വീഡിയോ ചെയ്യാൻ അവര് റെഡിയാണ് ഇത് പറഞ്ഞ വോയിസിൽ തന്നെ ചേച്ചി അപ്പുറത്ത് പറയുന്നുണ്ട്. നീ മറ്റേ ആളെ പേടിച്ചിട്ട് ഇനി വരാതിരിക്കുകയാണാവോ എന്നും പറയുന്നുണ്ട്. ഞാൻ ഈ രണ്ടുപേരെ ഞാൻ ജിഷിനേട്ടനെയും പ്രമോദേട്ടനെയും കോൺടാക്ട് നമ്പർ എന്റെ അടുത്തുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു സൗഹൃദ ബന്ധവും ഞങ്ങൾ തമ്മിലുണ്ട്. ഞാൻ രണ്ടുപേരെയും രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവൾക്ക് ഭ്രാന്താണ്. ഞങ്ങൾ അങ്ങനെ ആ കാര്യത്തിൽ ഞങ്ങൾ അതിനെ എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല. സോറി, എന്റെ പേര് ഞാൻ തന്നെ പറഞ്ഞു, സോറി. പിന്നെ നീ അവിടെ ഞങ്ങളിത് യൂസ് ചെയ്യുമ്പോഴും കൂടി നീ അവിടെ യൂസ് ചെയ്യാതെ നീ അവിടെ ഒരു മൂലക്ക് ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു ആൾ എന്നോട് മിസ്ബിഹേവ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോ അതും അവർക്ക് വ്യക്തമായിട്ട് അവരത് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലാന്നും ഞാന് ഈ ഒരു കാര്യത്തില് ഇവര് ഇങ്ങനെ കണ്ടു, ഇവരോട് കാണിച്ചു കൊടുത്തു, ഒരു ഇൻവോൾവ്മെന്റും അവർക്കും ഇല്ലാന്നും അവരെന്നോട് രാവിലെ പറഞ്ഞ രണ്ടുപേർക്കും ഞാൻ വിളിച്ചു. ഇതിനകത്തൊക്കെ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ജിഷിനൊക്കെ മുന്നോട്ട് വന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് ശീലമുള്ള വ്യക്തിയാണല്ലോ ജിഷിൻ. അപ്പൊ ഈ ഒരു കാര്യം വന്ന് ജിഷിൻ പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഒരു സ്ത്രീ വന്ന് പറയുന്നു ജിഷിൻ അടക്കമുള്ള എല്ലാവരും കണ്ട് ഞങ്ങളെ വിളിച്ച് കാണിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മറ്റൊരാൾ വന്ന് പറയുന്നത് വേറൊരു വെർഷൻ. ഇതിനകത്തുള്ള കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഈ സജിന ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇവര് സജിനയെ വിളിച്ചു, സജിനയ്ക്ക് മെസ്സേജ് അയച്ചു, വോയിസ് മെസ്സേജ് അയച്ചു. പക്ഷെ സജിന റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററും സജിനയ്ക്ക് മെസ്സേജ് അയച്ചു. എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? അവരങ്ങനെ ഒരു സ്ത്രീ അല്ല, അവരന്ന് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, പിന്നെ എന്തിന് ഈ ഒരു രീതിയിൽ അത് വളച്ചൊടിച്ച് ചോദിച്ചു എന്നുള്ള രീതിയിൽ സജിനയ്ക്ക് ഈ പ്രോഗ്രാം കോർഡിനേറ്റർ മെസ്സേജ് അയച്ചിട്ടും സജിനയുടെ ഭാഗത്തുനിന്ന് നോ റെസ്പോൺസ്. സജിനെ മ്യൂട്ടായി പോയി. എന്ത് പറ്റി? അണ്ണാക്കിൽ പിരിവെട്ടിയെന്ന് തോന്നുന്നു. ഫിറോസ് കോഴിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ സജിന പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ചിലപ്പോൾ കുറച്ച് സത്യങ്ങൾ ഉണ്ടാവും. ആ കുറച്ച് സത്യങ്ങൾ വെച്ചിട്ട് ഇവർ കാര്യങ്ങൾ വളച്ചൊടിച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ഇപ്പൊ ഈ കഥ പറഞ്ഞ പോലെ ഇവിടെ കയ്യിലുമ്മ വെച്ചതിന് സജിനെ അത് തുണ്ടത്താക്കി, കെട്ടിപ്പിടിച്ചു എന്നുള്ള രീതിയിലാക്കി. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ബലം കിട്ടുമല്ലോ. ഫിറോസ് ആണ് അവിടുത്തെ ടാർഗറ്റ് എങ്കിൽ പോലും ഇവരെയും കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? നിങ്ങൾക്ക് ഉള്ള പോലെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമ്പാക്ട് കിട്ടത്തില്ല. ഇവിടെ കിട്ടിയോ? അപ്പം സജിന് ഇത്രയും നേരം
പറഞ്ഞ ഇത്രയും അലിഗേഷൻസ് ഫിറോസിന്റെ മേളിൽ ഇട്ടത് അതൊക്കെ ഇതിനകത്തൊക്കെ എത്രമാത്രം സത്യം ഉണ്ടായിരുന്നു, എത്രമാത്രം നിങ്ങൾ അതിനകത്ത് വളച്ചൊടിച്ചു, എത്രമാത്രം എക്സാജറേറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിലൊക്കെ ചോദ്യചിഹ്നങ്ങൾ വരും. നിങ്ങൾ പറഞ്ഞ ഒന്നും ക്രെഡിബിലിറ്റി ഇല്ലാത്ത രീതിയിൽ വരും. കുറച്ച് സത്യങ്ങളും ബാക്കി ഭാവനയും ആണ് അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ ഫിറോസിന്റെ വീഡിയോ ചെയ്തതിനു ശേഷം എൻ്റെ ഒരു സുഹൃത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരത്തിക്ക് ഫിറോസിനെ പറ്റി ഉള്ള ഒരു അഭിപ്രായമാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അവർ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഫിറോസിന്റെ കോഴിക്കഥകളാണ് വന്ന് പറഞ്ഞത്. ഫിറോസ് നല്ല ഒലിപ്പീരാണ്, നല്ല ഒന്നാന്തരം മുഴുത്ത കോഴിയാണ്. ഫിറോസിന്റെ മാത്രമല്ല, ഫിറോസിന്റെ കുടുംബത്തിൽപ്പെട്ട വേറൊരാടെ കോഴിക്കഥകളോടെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൽക്കാലം എന്താണെങ്കിൽ അവർ പറഞ്ഞ കഥ ആൻഡ് വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാൻ നിൽക്കുന്നില്ല. അത്യാവശ്യത്തിന് ചീത്തപ്പേർ ഇപ്പോൾ ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഫിറോസ് ബാംഗ്ലൂരിൽ വേറൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റുമായിട്ട് പച്ചിലയൊക്കെ അടിച്ച് അഴിഞ്ഞാടി നടക്കുകയാണെന്നുള്ള തരത്തിൽ സജിൻ ഇതിനകത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ സീസൺ 3 മറ്റൊരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള സൂര്യ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിയുടെ പേര് അതിനകത്തോട് ഡ്രാഗ് ചെയ്തിട്ടു. പുള്ളിക്കാരത്തിയുടെ കമന്റ് ബോക്സിൽ കമന്റ് നിറയുന്നു, ഇത് നീയല്ലേ സജിനെ പറഞ്ഞ ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പം സൂര്യയും ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ കൂടെ ചേർന്ന് വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സീസണിലുണ്ടായിരുന്ന സജന ഫിറോസിന്റെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മൂന്നാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആട്ടുതൊല്ലിട്ട് കുറച്ച് ചെന്നായിക്കൾ, അതായത് ബിഗ് ബോസ് മുതലേ എന്നെ ഹേറ്റ് ചെയ്ത് നടക്കുന്ന കുറച്ച് പേര് അതിന്റെ ഇടയിൽ കൂടെ എന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കമന്റ്സ് ഇടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ആ ആട്ടിൻതൊല്ലിട്ട ചെന്നായിക്കളോടാണ് പറയുന്നത്, ആ വ്യക്തി ഞാനല്ല കേട്ടോ, നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ സങ്കടമുണ്ട്, പക്ഷെ ഞാനല്ല ആ വ്യക്തി. അവരുടെ ഫാമിലി ലൈഫിൽ അവരുടെ അവരുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. സജിൻ ഇപ്പോഴും എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. ഒരിക്കലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ അത്രയും ലോക്കലല്ല. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഇട്ട കമന്റ്സ് ഇട്ട ആളുകൾ, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ അല്ല എനിക്ക്, അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോഴേ പറയാണ്, ആ വ്യക്തി ഞാനല്ല. സൂര്യ കമന്റ്സിന് മറുപടിയായിട്ട് വന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സൂര്യ ജോഡി എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിനകത്ത് പങ്കെടുത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ വേറെയുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ. ഇവരെല്ലാവരും ആ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പലതരത്തിലുള്ള പച്ചിലകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറയുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളിൽ ഒരു ഭൂരിഭാഗം ആളുകളും പച്ചല യൂസ് ചെയ്തു എന്നുള്ള ഒരു അലിഗേഷൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. സൂര്യ ജോഡി നമ്പർ 1 എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് എത്ര ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തു എന്ന് നോക്കിയാൽ മതി. അവരുടെ എല്ലാവരുടെയും പേര് നശിക്കുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ഈ വോയിസ് വെച്ചേക്കുന്ന സ്ത്രീ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം ആ ഒരു ഷോയിൽ അഭിനയിച്ച ഏത് സ്ത്രീ വേണമെങ്കിലും ആകാം എന്നുള്ള തരത്തിൽ ആളുകൾ ഗസ് ചെയ്ത് പോവുകയും ചെയ്യും. ഇപ്പൊ ഈ ഒരു സൂര്യ മേനോൻ പറഞ്ഞ പോലെ പല ആളുകളും ഇവളല്ലേ അവളല്ലേ അവളെങ്കിൽ അങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ ഗസ് ചെയ്തിട്ട് പോകും. അതിനേക്കാളും നല്ലത് ഇപ്പൊ ഈ വോയിസ് വെച്ചേക്കുന്നവര് വന്ന് പച്ചയ്ക്ക് അങ്ങ് പറയുന്നതാണ് നല്ലത്. എന്തിനാണ് ബാക്കിയുള്ളവരുടെ പേരിലൂടെ ആ ഒരു ചീത്തപ്പേര് ഇട്ട് കൊടുക്കുന്നത്? എന്താണെങ്കിലും ഇവരുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് മണിക്കൂറുകളായി. സജിനയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള റെസ്പോണ്ട് ഇല്ല. ഫിറോസിന്റെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണ്. രണ്ടുപേരും ഒതുങ്ങിയെന്ന് തോന്നുന്നു. കാര്യം മനസ്സിലായി. ഇനി ഇതിനകത്ത് കിടന്ന് മെഴുകാൻ നിന്ന് കഴിഞ്ഞാൽ പല ആളുകളും വന്ന് മുന്നോട്ട് വന്നിരുന്നിട്ട് രണ്ടെണ്ണത്തിന്റെയും ഉടായ്പകൾ പുറത്ത് പറയും. ഒരു സൈഡിൽ നിന്ന് പൊട്ടി തുടങ്ങിയാൽ ചിലപ്പോൾ മാലപ്പടക്കം പൊട്ടുന്ന പോലെ പൊട്ടും. അതുകൊണ്ട് മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ ഇപ്പൊ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തീട്ടന്മാരി എറിഞ്ഞ ടീംസ് തന്നെ നാളെ കെട്ടിപ്പിടിച്ചിട്ട് റീലുമായിട്ട് വരും, ഈ സജിനയും ഫിറോസും. ആ രീതിയിലുള്ള നാണമില്ലാത്ത ഉളുപ്പില്ലാത്ത പ്രവൃത്തികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നതാണല്ലോ, ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് ഇത്രയും നാൾ അവരാധിച്ചുകൊണ്ടിരുന്ന സുഹൃത്തിന്റെ കൂടെ ഒക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പല അപരാധികളെയും നമ്മൾ കാണുന്നതാണ്. അപ്പം എവർക്ക് ഈ പറയുന്ന മറ്റേ ആല് കിളിച്ചു കഴിഞ്ഞാൽ അതും തണലാണെന്ന് പറയുന്ന ഇടപാടാണ്. ഉച്ചിഷ്ടന്മാരി മുഖത്ത് വെച്ചിട്ടാണെങ്കിലും റീച്ച് വേണം, പണം വേണം, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയുന്നില്ല. വേറെ വീട്ടിൽ. അപ്പോൾ ശരി, ബൈ.